So hi guys, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ടു ഐഫോൺ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുക, ലൈക്ക് ഇമേജസ്, വീഡിയോസ് ആൻഡ് ഓഡിയോസ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് എങ്ങനെയാണ് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ആദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുന്നു ബിക്കോസ് ഓഫ് ദ ബാഡ് വീഡിയോ ക്വാളിറ്റി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെൻഡ് എനിവെയർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതേമാതിരി നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ടും സെൻഡ് എനിവെയർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അവിടെ സെൻഡ് എനിവെയർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെർമിഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് അലൗ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യണം എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ സെൻഡ് എനിവെയർ ആപ്പ്. കുറച്ച് ആഡ്സ് ഉണ്ടാവും, അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. അതേമാതിരി ഇവിടെ ഐഫോണിൽ ഞാൻ സെൻഡ് എനിവെയർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറീസ് ഇട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട്സ്, ഫയൽസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വീഡിയോസ് അയക്കണേ വീഡിയോസിൻ്റെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതേമാതിരി നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ എൻ്റെ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. വീഡിയോ ഫയൽ വേണമെങ്കിൽ വീഡിയോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ 724.7 MB ഫയലാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. ഇപ്പോൾ വീഡിയോ സെക്ഷനിൽ, ഇപ്പോൾ ഫോട്ടോ സെക്ഷനിൽ വേണമെങ്കിൽ ഫോട്ടോ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് മീൻസ് മൾട്ടിപ്പിൾ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കാൻ പറ്റും. ഇപ്പം ഞാൻ വീഡിയോയുടെ ട്രാൻസ്ഫറിങ് സ്പീഡ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഈ വലിയൊരു ഫയൽ അയക്കാൻ നോക്കണത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് അയക്കണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അയക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഫയലാണ് അയക്കാൻ പോകുന്നത്. അതായിട്ട് ഇവിടെ ഞാൻ സെൻഡിൽ പ്രസ് ചെയ്യണം. സെൻഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് ജനറേറ്റ് ആയി, കണ്ടില്ലേ? അതേമാതിരി ഇപ്പോൾ എനിക്കിവിടെ റിസീവ് ചെയ്യണം. ഈ ഐഫോണിൽ നിന്ന് എനിക്ക് ആൻഡ്രോയിഡ് ഫോണിലേക്ക് റിസീവ് ചെയ്യണം. അപ്പോൾ ഇവിടെ റിസീവിൻ്റെ ടാബ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് സ്കാനർ ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഒരു ആഡ് ചിലപ്പോൾ ഇടയിൽ വരും, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആയി. ഇപ്പോൾ ഈ ഐഫോണിലത്തെ ഈ QR കോഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെ QR കോഡ് സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫയൽസ് ട്രാൻസ്ഫർ ആവുന്നതാണ്. അവിടെ കണ്ടില്ലേ, ഇപ്പോൾ 724 MB ഫയൽ 1 minute 25 seconds ആവും ഇത് ട്രാൻസ്ഫർ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയാണ് വെച്ചിട്ടാണ് കാണുക നമുക്ക് നോക്കാം. ഐഫോണിന് അയച്ച ഫയൽ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഗാലറിയിൽ പോയാൽ കാണാൻ കിട്ടുന്നതാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതേഴ്സിൽ പോയി കഴിഞ്ഞാൽ സെൻഡ് എനിവർ പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആവും, അതിൻ്റെ ഉള്ളാവും ഈ ഫയൽ കാണാൻ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഐഫോണിൽ നിന്ന് എങ്ങനെയാണ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എങ്ങനെയാണ് ഐഫോണിലേക്ക് അയക്കാൻ നോക്കാം. അപ്പോൾ ഈ സെയിം ഫയൽ ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് അയക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഐഫോൺ ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ റിസീവ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് എനിവെയറിൽ പോവുക. ഇവിടെ ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലത്തെ വീഡിയോ ആണല്ലോ എനിക്ക് അയക്കേണ്ടത്. അപ്പോൾ വീഡിയോയുടെ ടാബിൽ പോയി കഴിഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു QR കോഡ് ജനറേറ്റ് ആവും. അതേമാതിരി നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്ത മാതിരി ഇവിടെ QR കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുക. ഫോണിൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിൽ QR ജനറേറ്റ് ആയിട്ടുണ്ടല്ലോ, അത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേമാതിരി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലത്തെ വീഡിയോ ഫയൽ ഇവിടേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ അതേമാതിരി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഫോണിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്ക് ഫോട്ടോസിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഈ ട്രാൻസ്ഫർ ചെയ്ത വീഡിയോ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്